വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇപ്പൊ പാകിസ്ഥാൻ വലിയൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഖ്വാജ ആസിഫാണ് തെളിവ് സഹിതം ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ കയറി അടിച്ചല്ലോ. അഫ്ഗാനിസ്ഥാൻ ഡ്രോൺ അറ്റാക്ക് ആയിരുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ISIS-K താവളങ്ങളിൽ ഉണ്ടായത്. അപ്പോ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഖ്വാജ ആസിഫ് പറയുന്നത് ഇവിടെ ആക്രമിച്ചത് ഇസ്രായേലി ഡ്രോണുകളാണ്. ആ ഡ്രോണുകൾ ഞങ്ങൾ പരിശോധിച്ചു, അത് ഇസ്രായേലിന്റെ ഡ്രോണുകളാണ്. ഇസ്രായേലിന്റെ ഡ്രോണുകൾ എങ്ങനെയാണ് ഈ താലിബാന്റെ കയ്യിലെത്തിയത് എന്ന് നിങ്ങൾ നോക്കൂ. താലിബാന് നിരന്തരമായിട്ട് ഡിസാസ്റ്റർ എയ്ഡുകൾ കൊടുക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ മെഡിക്കൽ ബോക്സുകളിൽ ഒളിപ്പിച്ചാണ് ഈ ഡ്രോണുകൾ താലിബാന് ഇന്ത്യ നൽകിയത്. ഇതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് അവിടെ ഖ്വാജ ആസിഫ് പറയുന്നത്. വലിയ രീതിയിൽ ഇപ്പോ പാശ്ചാത്യ മാധ്യമങ്ങൾ, സാധാരണ ഇയാളുടെ ഈ ഒരു ജൽപ്പനങ്ങളൊന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ അങ്ങനെ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ വലിയ രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖ്വാജ ആസിഫിന്റെ വലിയ പ്രസ്താവന, ഖ്വാജ ആസിഫ് ഇതാ തെളിവ് നിരത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ബഹളമാണ് ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അപ്പോ എന്താണ് ഇതിൽ തോന്നുന്നത്? നമ്മൾ ഈ കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമുക്ക് അവരുമായിട്ടൊരു ബന്ധമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പൊ ഈ ഒരു വിഷയം നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അല്പം ഒന്ന് വിശദീകരിച്ചിരുന്നപ്പോ, ഇവിടെ ഇന്ത്യ ഡ്രോണുകൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആക്രമിക്കാനുള്ള ഡ്രോണുകളല്ല നൽകിയിരിക്കുന്നത്. ഈ ദുരിതാശ്വാസ സാമഗ്രികളെയും ഉടനടി മരുന്നുകളും മറ്റും എത്തിക്കുന്നത്, അതായത് അഫ്ഗാനിസ്ഥാന്റെ റിമോട്ട് ഏരിയകളുണ്ട്, ആ റിമോട്ട് ഏരിയയിലേക്ക് ഈ വസ്തുവകകൾ എത്തിക്കുന്ന ഡ്രോണാണ്. ഇനി അതിനകത്ത് തന്നെ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് അവർ വിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അങ്ങനത്തെ സാധ്യതയും നിലനിൽക്കുന്നില്ല. കാരണം ഇത് ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്ക് കൊടുക്കാണ്ട് അത് നമ്മുടെ രാജ്യവും ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. അതിനെ വലിയ അപകടകരമായിട്ട് അപ്പോൾ ഇവരത് വിടുന്നുണ്ടെങ്കിൽ അപ്പോൾ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനവും അവരുടെ റഡാർ സംവിധാനവും ഒക്കെ എത്രത്തോളം മോശമായിരിക്കും. ഈ നിസ്സാരമായ ഈ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന കപ്പാസിറ്റി കുറഞ്ഞ ഈ ഡ്രോണുകളെ കുറിച്ചാണ് അവർ പറയുന്നത്. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവരിപ്പോ ഈ പറയുന്നതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇപ്പൊ പുതിയൊരു കരാർ നമ്മൾ ഇസ്രായേലുമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. ആര്? പാകിസ്ഥാൻ. അത് മാത്രവുമല്ല, ഈ അവരുടെ മുനീറിനെ തട്ടിക്കളയാൻ വേണ്ടിയിട്ടൊരു നീക്കം മൊസാദ് നടത്തിയെന്നൊരു വാർത്ത വന്നു. പക്ഷെ അത് ഗുണ്ടാണ് എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഇനി ഗുണ്ടാണോ സത്യമാണോ നമുക്കറിയില്ല. ഏതായാലും അതിനകത്തും വരണം. അതായത് അടുത്ത ലക്ഷ്യം ഇസ്രായേലിൻ്റെത് പാകിസ്ഥാനാണെന്നുള്ള കാര്യം സ്പഷ്ടവുമാണ്. അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി ഇസ്രായേലുമായിരിക്കും, യാതൊരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. ഇവർ ഈ ഭയക്കുന്നതിന് കാര്യം പറയാം. ഇന്ത്യ നിലവിൽ ഇസ്രായേലുമായി ചേർന്ന് ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഹെർമിസ് 900 എന്ന് പറഞ്ഞൊരു ഒരു ഡ്രോൺ നിർമ്മിക്കുന്നത്, അത് 30 മണിക്കൂർ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ദീർഘദൂര ഡ്രോണാണ്. ഇതിന്റെ തന്നെ 450 നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ, ഹെർമിസ് 450. ഇപ്പൊ 900 നമ്മളിപ്പോ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഓൾറെഡി നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇനി കാമിസോണ ഡ്രോണിന്റെ തന്നെ വിവിധ തരത്തിലുള്ള ഡ്രോണുകളുണ്ട്. ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാമിക്കാസ്, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തുകയും അത് ഈ ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അത് കാത്തിരുന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡ്രോൺ സിസ്റ്റമാണ്. പിന്നുള്ളത് ബറാക്കൈറ്റ് മിസൈലാണ്. ഒപ്പം തന്നെ മെർസാമുണ്ട്, നെഗേഷ് ഉണ്ട്, നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു, റഡാർ വിവിധ തരത്തിലുള്ള നമ്മൾ നിർമ്മിക്കുന്നു. 2026, അതാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്, ഇന്ത്യയുമായിട്ടൊരു കരാർ ഒപ്പുവെച്ചു. ആ കരാറിന്റെ ഡീറ്റെയിൽസുകൾ വ്യക്തമല്ല എങ്കിൽ തന്നെ പല മാധ്യമങ്ങളും ആ കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. പൊതുവെ നമ്മുടെ രാജ്യം പറയുന്നത് ആ കരാർ സംയുക്ത വികസനം, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള സംയുക്ത വികസനം വികസിപ്പിക്കുക, പുതിയതായിട്ടുള്ള നിർമ്മാണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യ കൈമാറുന്നു. സാങ്കേതിക വിദ്യ കൈമാറുന്നത് പ്രധാനമായിട്ട്, അത് നേരത്തെ തന്നെ ഇസ്രായേൽ പരസ്യമായി പറഞ്ഞതാണ്, നമ്മുടെ ഈ സുദർശന ചക്രയ്ക്കകത്ത് 5 രാജ്യങ്ങളുടെ വെപ്പൺസ് കൂടി നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫ്രാൻസിന്റെ ഉണ്ട്, റഷ്യയുടെ ഉണ്ട്, അതിലൊന്ന് ഇസ്രായേലിന്റെയാണ്. അതും കൂടെ സംയോജിപ്പിച്ച്, അതായത് വിവിധ രാജ്യങ്ങളിലെ എക്വിപ്മെന്റ്സ് കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ രാജ്യം ഒരു വലിയ കൊടക്കീഴിലേക്ക്, ഒരു സുരക്ഷാ കൊടക്കീഴിലേക്ക് മാറുന്നത്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞിരുന്നു ഞങ്ങൾ അതിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറും. ഇവരുടെ എല്ലാ സാങ്കേതിക വിദ്യകളാണ് നമ്മൾ വാങ്ങുന്നതും, അതായത് സോഴ്സ് കോഡ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഒരു വാക്ക്. ഇനി ഇപ്പോൾ പുതിയതായിട്ട് വന്ന കരാറിനകത്ത് വരുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്: അയൺ ഡോം നമ്മൾ വാങ്ങും, അത് വരുന്നുണ്ട്. അയൺ ബീം അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഇപ്പോൾ ഈ ലേസർ അധിഷ്ഠിതമായ ആയുധങ്ങളാണല്ലോ, അപ്പം അത് വരുന്നുണ്ട്. അതുകൂടാതെ ഡേവിഡ് സ്ലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുധം, പിന്നെ ആരോ മിസൈൽസ്, അത് ഓൾറെഡി നമ്മൾ അതൊരു ബാലിസ്റ്റിക് പ്രതിരോധ സംവിധാനം കൂടിയാണ് ആരോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്പൈസ് ഗൈഡഡ് ബോംബുകൾ, ഇത് ഓൾറെഡി ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ ഐസ് ബ്രേക്കർ, ഇത് നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്ന കാര്യമാണ്, ഞങ്ങൾ ഐസ് ബ്രേക്കർ ഇന്ത്യക്ക് നൽകുമെന്നുള്ളത്. റഷ്യ നമുക്ക് 2 ഐസ് ബ്രേക്കർ നൽകും എന്ന് പുടിൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എയർഗോ, പിന്നെ വിവിധ തരത്തിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാറുകൾ, ഇതൊക്കെയാണ്
സ്വാഭാവികമായിട്ട് നമ്മളുമായിട്ട് ഇപ്പൊ പുതിയതായിട്ട് വെച്ചിരിക്കുന്ന കരാറുള്ളത്. ഇതോടെ വരുമ്പോഴത്തേന് ഏതാണ്ട് ഇസ്രായേൽ അവരുടെ ആയുധങ്ങളുടെ ഒരു നിർമ്മാണ ഫാക്ടറിയായി ഇന്ത്യ പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യക്കും ഗുണമാണ്, കാരണം ഈ ആയുധങ്ങൾക്ക് വലിയ വിപണികളുണ്ട്, പിന്നെ ഇന്ത്യക്കും ആയുധങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഒരു കമ്പനി ഇതിപ്പോ റഷ്യയുമായിട്ട് ചേർന്ന് നമ്മൾ നടത്തുന്നു. ഇപ്പോൾ ഫ്രാൻസുമായിട്ട് റഫേലിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അടുത്ത സെക്ഷൻ മുതൽ നമ്മൾ അങ്ങനെ ആരംഭിച്ച് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെയാണിത്. ഇനി ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഇനി ഈ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഇപ്പൊ താലിബാനല്ല, താലിബാൻ 2021 മുമ്പ് മറ്റേ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഈ അമേരിക്ക മാത്രമല്ലായിരുന്നു, അമേരിക്ക സഹായിക്കാൻ ഓസ്ട്രേലിയ ഇവരുടെ സഖ്യ കക്ഷികളെല്ലാം കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവന്മാരെ സഹായിക്കാൻ. അപ്പൊ അവരുടെ കയ്യിലൊക്കെ ഈ ഇസ്രായേൽ ഡ്രോണുകളുണ്ട്. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട്. ഇവര് പോയപ്പോൾ 2021 പോയപ്പോൾ ഇവന്മാർ ഇതിനകത്ത് പലതും ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഈ ആയുധങ്ങൾ പലതും ഈ ഉപേക്ഷിച്ചത് മുമ്പ് ധനുഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്രി വിലയ്ക്ക് തൂക്കിക്കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതി. അതായത് ഈ സായിപ്പന്മാരല്ലേ ഇവന്മാര് പോകുമ്പോൾ ഈ നാട് നശിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കൂടെ അവിടെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. ഇത് ഇവന്മാരെടുത്ത് ഇവന്മാർ തമ്മിൽ തല്ലി അങ്ങനെയല്ലേ തോക്കുകൾ വരുന്നത്. ഈ കാശ്മീരിലും മറ്റുമൊക്കെ ഭീകരപ്രവർത്തനം നടക്കുമ്പോൾ അമേരിക്കൻ ബുള്ളറ്റ് കണ്ടെടുത്തു, അമേരിക്കൻ റൈഫിൾ കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. ഇതെന്താ സംഭവിച്ചാൽ അഫ്ഗാൻ വഴി വരുന്ന സാധനങ്ങളാണിത്. ഇത് ഒന്നും രണ്ടും തോക്കുകളല്ല ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നത്, ആയിരക്കണക്കിന് തോക്കുകളും വെപ്പൺസും ആണ് അവന്മാർ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ഡ്രോണുകളാകാം. ഈ ഡ്രോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഇത് കണക്കുള്ള ഈ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ കണക്കുള്ള രാജ്യങ്ങൾ ഏറ്റവും പ്രത്യേകിച്ച് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ മിടുക്കന്മാരാണ് ഇവന്മാർ. ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തോളും. ഇനി ഇന്ത്യ ഇവർക്ക് കൊടുക്കുന്ന സഹകരണം, ഇന്ത്യ ഇവർക്ക് സൈനിക പരിശീലനം നൽകിയിട്ടുണ്ട്. എപ്പം? 2021 മുമ്പ് പഴയ അഫ്ഗാൻ സർക്കാരിന്റെ കാലത്ത്. അന്ന് രാജ്യമാണല്ലോ, ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്ത സൈനിക സഹകരണം നടന്നിട്ടുണ്ട്, സൈനിക അഭ്യാസം നടന്നിട്ടുണ്ട്, സൈനിക പരിശീലനം നൽകിയിട്ടുണ്ട്. അന്ന് നമ്മള് ഇവർക്ക് അന്നത്തെ കാലത്ത് താലിബാന്റെ അല്ല കേട്ടോ, ആ 2021 അതിന് മുമ്പ് നമ്മൾ ഇവർക്ക് ഈ അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാണ്ട് ഒരു റഷ്യൻ ഹെലികോപ്റ്റർ വാങ്ങണം. റഷ്യൻ സൈനിക ഹെലികോപ്റ്റർ MI-25 എന്നാണ് ആ ഹെലികോപ്റ്ററിന്റെ പേര്. അത് വാങ്ങണമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ സാമ്പത്തികമായി പണം കൊടുത്ത് സഹായിച്ച നമ്മളാ റഷ്യയുടെ എന്നത് വാങ്ങാൻ. കാരണം ഇവർക്ക് അടിയന്തര ഘട്ടത്തിൽ ഇത് എന്നാണെന്ന് വെച്ചാൽ ഈ കഥയെല്ലാം നടക്കുന്ന 2021 മുമ്പാ. ഇനി ആ ഹെലികോപ്റ്റർ ഇപ്പൊ പുതിയ ഭരണകൂടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യ സഹായിച്ചിട്ടാണെന്ന് പറയാൻ പറ്റൂ? ഇപ്പം ഇസ്രായേൽ അവിടെ ഉപയോഗിച്ചിട്ട് പോയ ഡ്രോൺ ഇപ്പൊ അവന്മാരടുത്ത് ഉപയോഗിക്കുന്നു. ഇസ്രായേൽ വിചാരിച്ചിട്ടുണ്ടോ അത് ഇപ്പൊ എടുത്തിട്ട് ഇവന്മാർ ഉപയോഗിക്കുമെന്ന്? താലിബാൻ തന്നെ വരുമ്പോ എല്ലാരും പറഞ്ഞെന്താ, ഇവന്മാര് കുറച്ച് നാൾ കഴിയുമ്പോൾ അടിച്ചു പിരിയും, അടുത്തവന്മാര് വരും, ഇത് ഭീകര രാഷ്ട്രമായിട്ട് മാറും എന്നൊക്കെയാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും സംഭവിച്ചില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ത്യ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്? മരുന്ന് കൊടുക്കുന്നുണ്ട്, ദുരിതാശ്വാസ സാമഗ്രികൾ കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ദുരിതാശ്വാസ സാമഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാന്റെ ഭൂപ്രകൃതി അറിയുന്നവർക്കും അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കും മനസ്സിലാക്കിയിട്ടുള്ളവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ഭൂപ്രകൃതി പലയിടത്തും ഈ വാഹനങ്ങൾക്കോ മറ്റു സംവിധാനങ്ങൾക്കോ ഇതൊന്നും യഥാവിധി എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. മിക്കവാറും ഒക്കെ ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. മിക്കവാറും ഒക്കെ ഈ നാച്ചുറൽ കലാമിറ്റീസിൽ പെടുന്ന ജനമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടങ്ങളിൽ അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ചെറിയ പവറുള്ള നമ്മുടെ ഈ പാടത്തും മറ്റുമൊക്കെ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കാൻ കുട്ടനാടും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടത്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് മരുന്ന് തളിക്കലൊക്കെ ഉണ്ട് ഇപ്പൊ. അപ്പൊ ആ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ ഈ വലിയ അണുബോംബൊന്നും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നതോ ഒന്നുമല്ല. പക്ഷെ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ പഞ്ചാബിന്റെയും മറ്റും കാശ്മീരിന്റെയും അതിർത്തികളിലേക്ക് മയക്കുമരുന്നും ആയുധങ്ങളും എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനും അത് പറ്റും, ഏത് സാധനത്തിനകത്ത് ഇത് പറ്റും. ഒരുപക്ഷെ അങ്ങനെ വല്ല സ്ഫോടക വസ്തുക്കൾ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിന്റെ റിയാലിറ്റി ഇതാണ്. പക്ഷെ ഇതല്ല ഇതിന്റെ ഒരു വശം. ഈ പാകിസ്ഥാൻ പറയുന്നതിന്റെ വശം ഇതല്ല. പകരം അടുത്ത അടി പാകിസ്ഥാൻ കൃത്യമായി തന്നെ അറിയാം, അത് തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കും. ഈ ഓപ്പറേഷൻ സിന്ദൂരിന് നമ്മൾ എണ്ണം പറഞ്ഞിട്ട് ഈ ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി പോയി തകർത്തതുപോലെ അടുത്ത അടിക്ക് തകരാൻ പോകുന്നത് ഇവരുടെ ഭീകര കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും മാത്രമായിരിക്കില്ല. ഇവരുടെ എണ്ണം പറഞ്ഞ നേതാക്കളെ കൃത്യമായിട്ട് ദവന്മാര് വന്ന് പണി തീർത്തിട്ട് പോകും. അത് ചിലപ്പം ഇന്ത്യ അടിക്കുന്നതിന് മുമ്പ് തന്നെ പണി തീർക്കാനുള്ള സാധ്യതകൾ ഏറെക്കുറെ ഒക്കെ ഉറപ്പാണ്. കാരണം അവരുടെ കണ്ണിലുള്ള കാരണം അവരിപ്പോൾ കാണുന്നത് ഈ ഇറാൻ ഇപ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. കാരണം ഇറാന്റെ ഒരു ഹെൽപ്പ് ഇനി ഹമാസിന് വലുതായിട്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇറാൻ കൊടുക്കാൻ പറ്റുന്ന സഹായം വെപ്പൺസോ ഇല്ലെങ്കിൽ സാമ്പത്തികമൊക്കെയാണ്. ഇനിയിപ്പോ ഇറാൻ ആ ഒരു വഴിക്ക് നീങ്ങുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഇപ്പൊ പിടിച്ചെടുത്ത് അവര് ജയിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ അവർ പറഞ്ഞെടുത്ത് ഇപ്പൊ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. എണ്ണ കച്ചവടം ചെയ്യാനുള്ള അനുമതി കിട്ടിയിരിക്കുന്നു, പിന്നെ അവർ തടഞ്ഞു വെക്കപ്പെട്ട പൈസ കിട്ടിയിരിക്കുന്നു. ഈ പണമാണല്ലോ എല്ലാത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതൊക്കെ കിട്ടിക്കഴിയുന്ന സ്ഥിതിക്ക് ഇനി അവന്മാർ ഈ അലമ്പ് പണിക്ക് പോകുമെന്ന് തോന്നുന്നില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ തുർക്കിയാണ് ഈ ഹമാസിന്റെ ഒരു ബാപ്പയായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. ആ തുർക്കിയും കഴിഞ്ഞ് ഇപ്പോൾ ഈ സംഘടന ഇപ്പോൾ പാകിസ്ഥാനാണ് ഇവരെ പണം കൊടുത്തും ആയുധം കൊടുത്തും സംരക്ഷിച്ചു നിൽക്കുന്നത് ഹമാസിനെ. ഇത് തന്നെയാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ. കാരണം ഇസ്രായേൽ ഭയക്കുന്നത് തുർക്കി ആണെങ്കിൽ പോലും അവർക്ക് ഇത്ര ടെൻഷൻ ഇല്ല. കാരണം ഈ പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ്.
ഈ ആണവ ഫോർമുലകളോ ഇല്ലെങ്കിൽ ആണവ ആയുധങ്ങളോ ഈ ഹമാസിന്റെ കയ്യിലോ മറ്റോ എത്തിക്കഴിഞ്ഞാൽ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തം എന്തായിരിക്കുമെന്ന് ആലോചിക്കുക. അപ്പോൾ സ്വാഭാവികമായി ഇസ്രായേലിന്റെ ഒരു രീതി അനുസരിച്ചും അവരുടെ സ്വഭാവം അനുസരിച്ചും എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്? അവർ ചെയ്യുന്നത് ഇവിടെ പണി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ വേറെ എവിടെങ്കിലും വെച്ചോ എന്തെങ്കിലും ഒന്ന് ഈ പാകിസ്ഥാനെതിരെ ഇസ്രായേൽ ചെയ്താലും ഇത് കറങ്ങി തിരിഞ്ഞ് ഇന്ത്യയുടെ തലക്കേ വരത്തുള്ളൂ. നമ്മൾ ജയിച്ചാണെന്ന് പറയും, നമ്മൾ ജയിച്ചാണ്, നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതാണ്, ഇത് ഇന്ത്യ. ഉടനെ ഈ പാകിസ്ഥാൻ പറയാൻ പോകുന്നത് ഇസ്രായേൽ ആണെന്ന് ആയിരിക്കത്തില്ല. ആദ്യത്തെ ഡയലോഗ് ഇന്ത്യയാണ് ഞങ്ങളുടെ ആളുകളെ കൊന്നതെന്ന് പറയും. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു ചെറിയ സന്തോഷ വാർത്തയോടെ വന്നിട്ടുണ്ട്. കാശ്മീരിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിലും അജ്ഞാതന്മാരിറങ്ങി എന്നുള്ളൊരു സന്തോഷകരമായ വാർത്ത. ഇന്നലെ ധനുഷാണ് ആ വാർത്ത കൊടുത്തത് വന്നിട്ടുണ്ട്. അതും ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ്. അപ്പം ഇസ്രായേൽ ഇപ്പോൾ എന്താണ്, അവരിപ്പോ അവിടുത്തെ പരിപാടികളെല്ലാം അവിടെ മടക്കി കെട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു വലിയ ആജന്മ ശത്രു ആയിരുന്നല്ലോ ഇറാനെ ഏതാണ്ട് ഒരു 20 വർഷത്തേക്ക് അവർ പിന്നോട്ട് തള്ളിയിട്ടുണ്ട്. കാരണം ഇവർക്കെതിരെ ഒരു വലിയ അറ്റാക്ക് വരാത്ത രീതിയിലുള്ള ഒരു തടയം അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എത്ര നാളോ മുമ്പോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അവരുടെ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. അവർ നേർക്കുനേർ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഇടം പാകിസ്ഥാനാണ്. അത് അവർ ചെയ്യും. അതിന് ട്രംപും അവന്മാർക്ക് ഒരു വിഷയമേ അല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പതുക്കെ എല്ലാം ഇസ്രായേൽ ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ഭയം നിൽക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പം വളച്ചൊടിച്ച് ഇപ്പൊ അവർ കണ്ടിട്ടുണ്ടോ, അവരിപ്പോൾ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം ഇന്ത്യ ഇസ്രായേൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അവർ പറയുന്നുണ്ട്? അഫ്ഗാനിസ്ഥാന്റെ പേര് പോലും അവർ പറയുന്നില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഈ വെപ്പൺ കൊടുത്തത് ആരാണ്? ആയുധം കൊടുത്തത് പരസ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് റഷ്യയാണ് കൊടുത്തിരിക്കുന്നത്. അവരോട് കരാറുണ്ട്. റഷ്യ അവരുടെ പഴഞ്ചൻ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ അടിക്കുന്നത്. അപ്പൊ അത് അവർ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ഇവരിപ്പോ പറയുന്നത് മുഴുവൻ ഇസ്രായേൽ എന്നാണ് പറയുന്നത്. ഇസ്രായേലും ഇന്ത്യയും ചേർന്ന് നമുക്കെതിരെ തിരിയുന്നു. ഇസ്രായേൽ കാരണം എന്താ, രണ്ടും കാഫറുകളാണ്. ഒന്ന് ജൂതനും കാഫറാണ്, ഒന്ന് ഹിന്ദുവും കാഫറാണ്, മറ്റേത് നമ്മുടെ ആളാണ്. അതുകൊണ്ട് അത് മിണ്ടാൻ പറ്റത്തില്ല അഫ്ഗാനിസ്ഥാൻകാർ. ഇതാണ് ഇതിന്റെ ഒരു നേച്ചർ. അതായത് ഇതിനെ ഇങ്ങനെ തിരിച്ച് വിടുക. ഇപ്പൊ കണ്ടിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ത്യക്കെതിരെ പറയുന്നവരെല്ലാം തന്നെ അതിനകത്ത് ഇസ്രായേലിനെ കൂടെ കോട്ട് ചെയ്യാറുണ്ട്. ഫാദർലാൻഡിന്റെ നടപടികളാണിത്. ഫാദർലാൻഡിന് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വെറുതെ ചുമ്മാ എഴുതി വിടുന്നതല്ല, ഇത് അതിനെ ക്ലബ് ചെയ്യിക്കുകയാണ്. അതായത് ഹിന്ദുക്കളും ജൂതന്മാരും ഒരേ അച്ചിൽ ഉണ്ടായവരാണ്. ഇവരുടെ ജനുസ് ഒന്നാണ്, ഇവരുടെ സ്വഭാവം ഒന്നാണ്. ഇവർ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ പണി മുഴുവൻ ഉണ്ടാക്കുന്നത്, ലോകത്ത് അസമാധാനം സൃഷ്ടിക്കുന്നത്, ഇല്ലെങ്കിൽ കൊന്നൊടുക്കലൊക്കെ നടത്തുന്നവർ. എല്ലാ പോസ്റ്റും നോക്കിക്കോളൂ. മോദിയെ കുറിച്ച് പറഞ്ഞാൽ നെതന്യാഹുവിനെ കുറിച്ച് പറയും, ഇല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് പറയും. സുഡാപ്പികൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിനകത്തെല്ലാം ഉണ്ട്. സുഡാപ്പികൾ മാത്രമല്ല, സുഡാപ്പികളുടെ അച്ചാരം പറ്റുന്ന കുറെ ആളുകൂടകളൊക്കെ ഉണ്ട്. അവരും അങ്ങനെ തന്നെയാണ് ഇടുന്നത്. ഇതേ രീതിയിലാണ് ഇപ്പോഴത്തെ പോസ്റ്റുകൾ. ഇത് വെറുതെ ഒരു യാദൃശികമായി സംഭവിക്കുന്നില്ല, കൃത്യമായി തന്നെയാണ് അത് പോകുന്നത്. മോദിയെ പറയുമ്പോൾ നെതന്യാഹുവിനെ പറയുന്നത്, മോദിയും നെതന്യാഹു എത്രയോ ദൂരെ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്, അജഗജാന്തരം വ്യത്യാസമുള്ള രാജ്യങ്ങളാണ്. അത് മാത്രമല്ല, ഇന്ത്യയെ പോലെയാണോ ഇസ്രായേൽ? ലോകത്തിലെ തന്നെ ഏറ്റവും മതത്തിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ മതത്തിന്റെ അങ്ങേയറ്റത്തെ മതമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാര്, പണക്കാര്, സൈനിക മേധാവികൾ, ഭരണകൂടമുള്ള ഒരു രാജ്യമാണ്. അതുപോലെയാണോ ഇന്ത്യ? ഇന്ത്യ മതേതര രാജ്യമാണ്. ഇവിടെ നമ്മളെ മതമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ ഭരണാധികാരികൾ, ബിജെപിയുടെ സർക്കാരും അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മതമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നതെന്ന് അറിയില്ല. ഇനി ശത്രുക്കളോട് നിർദാക്ഷിണ്യം പെരുമാറുന്നതാണ് എങ്കിൽ അത് അംഗീകരിക്കുന്നു. ശരിയാണ്, ഇന്ത്യയും ഇസ്രായേലും ഒരേപോലെ തന്നെ ശത്രുക്കളോട് നിർദാക്ഷിണ്യം പെരുമാറുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, ബെഞ്ചമിൻ നെതന്യാഹു. ആ ഒരു കാര്യത്തിൽ ഐക്യമുണ്ടെന്ന് തന്നെ പറയാം. അപ്പൊ ഇവരെന്തിനാണ് ഇത് കരുതിക്കൂട്ടി കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൊല്ലാനായിട്ട് ഈ കാഫറുകൾ കൂട്ടത്തോടെ ശ്രമിക്കുന്നു. ശരിക്കും കാഫറുകൾ ശ്രമിക്കുന്നില്ല, ഇവന്മാരുടെ കയ്യിരിപ്പിനാണ് അവന്മാർ അടിക്കാൻ വെക്കുന്നത്. ഇസ്രായേല് ഇതിനു മുമ്പ് എങ്ങാനും ഇസ്രായേൽ ഈ പാകിസ്ഥാനെതിരെ ചുണ്ണാമ്പ് തേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ എത്രയോ ഭരണാധികാരികളുടെ പ്രശ്നകാരികളുണ്ടാകും. സിയാഹുള്ളൊക്കെ ഇല്ലായിരുന്നു, വലിയ ക്രിമിനൽ ആയിരുന്നു. എന്നിട്ട് അവർക്കെതിരെ എങ്ങാനും ഈ ഇസ്രായേലുകാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവരുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ഇവന്മാർ ട്രെയിൻ ചെയ്ത ആളെ ഇവിടുന്ന് കണ്ടപ്പോഴാണ് അവന്മാർ തിരിഞ്ഞത്. പിന്നെ നമുക്ക് ഇവന്മാർ പണ്ടേ ശത്രുക്കളായതുകൊണ്ട് എപ്പോഴാണ് അടി നടക്കുന്നത് പറയാനും പറ്റത്തില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. അത് ഇനിയൊരു അടിയിൽ ഇസ്രായേലിന് പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പാകിസ്ഥാൻ നന്നായി ഭയക്കുന്നുമുണ്ട്. അവർ ഇന്ത്യയേക്കാൾ കൂടുതൽ ഭയക്കുന്നത് ഈ ഇസ്രായേലിനെയാണ്. കാരണം ഈ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അവരുടെ ഈ പാകിസ്ഥാന്റെ ഉണ്ടാക്കുന്ന ഡാമേജ് അല്ല, പാകിസ്ഥാൻ നേതൃത്വത്തിനുണ്ടാക്കുന്ന ഡാമേജാണ്. ഇന്ത്യ അത് ചെയ്യില്ല. നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ഷഹബാസ് ഷെരീഫിനെ അടിക്കായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. നമ്മൾ അദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിന് 20 കിലോമീറ്റർ ഇപ്പുറത്ത് കൊണ്ടാണ് നമ്മൾ മിസൈൽ അടിച്ചത്. എന്താ 20 കിലോമീറ്റർ അപ്പുറം നമ്മുടെ മിസൈൽ പോകാവുന്നതുകൊണ്ടല്ല. അന്ന് ആ രാത്രി നമ്മൾ രണ്ടും കൂടി ഇരുന്നിട്ടല്ലേ ലൈവ് ചെയ്തത്. കിട്ടിയ മുണ്ടും തുണിയും പറക്കി എടുത്ത് ഓടി അങ്ങേര് ടണലിൽ ടാങ്കർ ഇവിടെ തുരങ്കത്തിൽ എവിടെയാ പോയിരുന്നു അല്ലെ, ബങ്കറിൽ പോയിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നത്. അതാണ് അതിന്റെ ഒരു പുതിയ സാധനം.